ഖത്തറിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം. ഖത്തറിൽ വധശിക്ഷ കാത്തുകഴിഞ്ഞിരുന്ന ഇന്ത്യൻ മുൻ സൈനികർക്കൊടുവിൽ മോചനം. 8 ഇന്ത്യൻ മുൻ നാവികസേനാംഗങ്ങളിൽ 7 പേർ തിരിച്ചെത്തി. ചാരവൃത്തി കേസിലാണ് ഇവർക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം മോചനത്തിന് സഹായകമായി. 2022 ഒക്ടോബറിലാണ് ഇന്ത്യൻ നാവികർ ഖത്തറിൽ തടവിലായത്. അടുത്ത മണിക്കൂറിൽ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാനായി എസ് ജയശങ്കറിന്റെ ഇടപെടലുകൾക്ക് സാധിച്ചു. പക്ഷേ നാവികർക്ക് അനുകൂലമായിരുന്നില്ല കോടതി വിധി. ആരോപിക്കപ്പെട്ട കുറ്റം രാജ്യദ്രോഹമായതുകൊണ്ട് തന്നെ വധശിക്ഷയായിരുന്നു 8 പേർക്കും വിധിക്കപ്പെട്ടത്. മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനായി പിന്നെ നടന്നത് നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം സമാന്തരമായ നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ദുബായിൽ വെച്ച് നടത്തിയ ചർച്ച നിർണായകമായി. ഡിസംബറിൽ കേസ് പരിഗണിച്ച ഖത്തർ കോടതി നാവികരുടെ വധശിക്ഷ റദ്ദാക്കി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ 5ലധികം തവണയാണ് സമീപ മാസങ്ങളിൽ ദോഹയിലേക്ക് പറഞ്ഞത്. ഇതിനെല്ലാം ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നാവികരുടെ മോചനവും സാധ്യമായി. 8 നാവികരിൽ 7 പേർ ഇതിനകം ഇന്ത്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ऑनरेबल प्राइम मिनिस्टर श्री मोदी को धन्यवाद करना चाहेंगे कि उनके पर्सनल इंटरवेंशन से ये पॉसिबल हुआ और गवर्नमेंट ऑफ कतार के हिज एक्सीलेंसी द अमीर को कि उन्होंने ये होने दिया. നാവികരുടെ മോചനം സാധ്യമാക്കിയ ഖത്തർ അമീറിനെ ഇന്ത്യ അഭിനന്ദിച്ചു. 24 ഡൽഹി.